Okay, good afternoon all. First, algebraic equations എന്നുള്ള പോർഷനാണ്. നമ്മളിപ്പോൾ പോളിനോമിയൽസ് നമ്മൾ കണ്ടു. പോളിനോമിയൽസിൻ്റെ അകത്ത് ഈ പോളിനോമിയൽസിനെ ലെറ്റ് എഫ് എക്സ് ബി എ പോളിനോമിയൽ. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സൈൻ വേണം. ഇഫ് വി ഇക്വേറ്റ് ദാറ്റ് എഫ് എക്സ് ടു 0, we get an equation f of x equal to 0 is called an algebraic equation. Any number x satisfying the above equation is called a root of the equation. അതിൻ്റെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മളിപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 അതാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് നമ്മൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതാണ് റൂട്ട്. ദ പ്രോബ്ലം ഓഫ് solving an equation consists to find all its roots. ക്വസ്റ്റ്യൻ മിക്കവാറും നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരിക സോൾവ് ദ ഇക്വേഷൻ എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിലുള്ള എല്ലാ റൂട്ട്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രോബ്ലം. ഇഫ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ ഈസ് n, then the corresponding equation is said to be of degree n. പോളിനോമിയലിൻ്റെ ഡിഗ്രി n ആണെങ്കിൽ ഇക്വേഷൻ്റെ ഡിഗ്രിയും n ആയിരിക്കും. ഇനി equations of degree 1, 2, 3, 4 etc. are known as first degree equation linear equation, second degree equation is known as quadratic equation, third degree equation is known as cubic equation, and fourth degree equation is known as biquadratic equations. If c is the root of the equation, then f of c equal to 0 ആണ്, f of x അല്ല. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. If c is the root of the equation, then f of c equal to 0 by remainder theorem. So we have two results. First result is an equation of degree n cannot have more than n distinct roots. In the degree equation n maximum n roots are distinct roots are ഉണ്ടാവുള്ളൂ. Second result is if a certain number m less than n of distinct roots c1, c2 etc. cm minus 1 is known, the remaining roots can be found by solving the depressed equation fmx equal to f of x by x minus c1, x minus c2 etc. x minus cm minus 1 equal to 0 of degree n minus m. നമുക്കിപ്പോൾ ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ ഒരു ഇക്വേഷൻ അറിയാം, അതിൻ്റെ ഒരു റൂട്ട് അറിയാം എങ്കിൽ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 2 ഈസ് എ റൂട്ട്. അങ്ങനെയാണ് നമ്മൾ ആ എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ പിന്നെ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അറിയാവുന്നത്ര ഇക്വേഷൻസ് അറിയാവുന്നത്ര റൂട്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് മൈനസ് ഇപ്പോൾ c1, c2 എക്സെട്ര cm മൈനസ് 1 ആണ് ഇവിടെ എഴുതിയത്. സോ എക്സ് മൈനസ് c1, എക്സ് മൈനസ് c2 എക്സെട്ര എക്സ് മൈനസ് cm മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സോൾവ് ചെയ്യുമ്പോൾ ബാക്കി റൂട്ട്സ് ഇങ്ങനെ കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് വി ഹാവ് എ പ്രോബ്ലം സോൾവ് ദ ബൈക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് റേസ് ടു 4 മൈനസ് 5x സ്ക്വയർ മൈനസ് 10x മൈനസ് 6 ഈക്വൽ ടു 0 ഹാവിംഗ് ദ ടു റൂട്ട്സ് മൈനസ് 1 ആൻഡ് 3. പ്രോബ്ലം നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. എക്സ് റേസ് ടു 4 ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടു 4 മൈനസ് 5x സ്ക്വയർ എക്സ് റേസ് ടു 4 മൈനസ് 5x സ്ക്വയർ മൈനസ് 10x മൈനസ് 6 ഈക്വൽ ടു 0. ഇതാണ് സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ. ഗിവൺ ദാറ്റ് കൂടെ തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 1 ആൻഡ് മൈനസ് 1 ആൻഡ് 3 ആർ 2 റൂട്ട്സ്. അത് തന്നിട്ടുണ്ട്. മൈനസ് 1, 3 ആർ റൂട്ട്സ്. സോ നമ്മൾ ഇതിനെ എക്സ് പ്ലസ് 1 കൊണ്ടും എക്സ് മൈനസ് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നലെ സിന്തറ്റിക് ഡിവിഷൻ്റെ മെത്തേഡാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതുക. എക്സ് റേസ് ടു 4ൻ്റെ കോഎഫിഷ്യൻറ്റ് 1. ഇനി എക്സ് ക്യൂബിന് ടേം ഇല്ല 0, എക്സ് സ്ക്വയറിന് ടേം ഉണ്ട് മൈനസ് 5, എക്സിൻ്റെ ടേം മൈനസ് 10, കോൺസ്റ്റൻറ്റ് മൈനസ് 6. നമ്മൾ എക്സ് മൈനസ് 1 കൊണ്ട് എടുക്കുക. നമ്മൾ എക്സ് പ്ലസ് 1 ആണ് അതിൻ്റെ ഫാക്ടർ വരിക. മൈനസ് 1 ഈസ് എ റൂട്ട്. സോ മൈനസ് 1 കൊണ്ട് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ആ റൂട്ട് കിട്ടുന്ന വാല്യൂ തന്നെ എടുത്ത് എഴുതുക. മൈനസ് ആദ്യം 1 ഇറക്കി എഴുതുക. 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1. ഇത് ആഡ് ചെയ്യുക. 0 പ്ലസ് മൈനസ് 1 ഈസ് മൈനസ് 1. ഇനി -1 into -1 is 1
minus 5 plus 1 is minus 4. Minus 4 into minus 1 is 4. Minus 10 plus 4 is minus 6. Minus 6 into minus 1 is 6. So the remainder is 0. നമ്മളത് റൂട്ടാണ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും റിമൈൻഡർ റൂട്ട് ആയതുകൊണ്ട് എന്താണെങ്കിലും റിമൈൻഡർ 0 ആയിരിക്കും. നൗ അഗൈൻ നമുക്ക് തന്നിട്ടുണ്ട് -3 ഈസ് എ റൂട്ട്. നമ്മൾ ഇതിനെ വീണ്ടും -3 വെച്ച് ചെയ്യാം. ആദ്യം 1 ഇറക്കി എഴുതുക. -3 അല്ല +3 ഈസ് എ റൂട്ട്. 3 ഈസ് എ റൂട്ട് എന്നാണ്. 1 into 3 3. -1 plus 3 is 2. 3 into 2 6. -4 plus 6 is 2. 3 into 2 6. Again remainder is 0. So therefore the quotient is x square plus 2x plus 2 equal to 0. x square plus 2x plus 2 equal to 0. നമ്മൾ ഒന്നുകൂടെ പറയാം ഇവിടം വരെയുള്ള പാർട്ട്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ x raised to 4 minus 5x square minus 10x minus 6 equal to 0 ആണ്. Given that -1 and 3 are roots. അപ്പോൾ നമ്മൾ ആദ്യം -1 if -1 is a root, x plus 1 is a factor. അപ്പോൾ നമ്മൾ -1 കൊണ്ട് നമ്മൾ സിന്തറ്റിക് ഡിവിഷനാണ് യൂസ് ചെയ്യണത്. -1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ -1 എടുത്തു, ഏറ്റവും ആദ്യം 1 കൊണ്ട് അത് എൻ്റെ കോഎഫിഷ്യൻസ് എഴുതി. 1 x³ ഇല്ല, സോ ഇറ്റ്സ് x³ ഇല്ലാത്തത് കൊണ്ട് 0. അടുത്ത് x സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ -5, എക്സിൻ്റെ കോഎഫിഷ്യൻ -10, കോൺസ്റ്റൻറ്റ് -6. -1 എടുത്തു. -1 ആദ്യം 1 ഇറക്കി എഴുതുക. -1 into 1 -1. ഇനി ഇത് ആഡ് ചെയ്യുക. 0 plus -1 is -1. -1 into -1 is +1. -5 plus 1 is -4. -4 into -1 4. -10 plus 4 is -6. -6 into -1 6. -6 plus 6 equal to 0. ഇനി 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. Given that 3 is a root. അപ്പോൾ നമ്മൾ x minus 3 is a factor. സോ ഇവിടെ +3 ആണ് എടുക്കേണ്ടത്. 1 ഇറക്കി എഴുതുക. 1 into 3 3. -1 plus 3 is 2. 3 into 2 6. -4 plus 6 is 2. 3 into 2 6. -6 plus 6 equal to 0. So the quotient is remainder 0. Quotient ആണ് നമുക്ക് വേണ്ടത്. x square plus 2x plus 2 equal to 0. ഇനി ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. സോ x equal to -b. നമ്മളിനി ഉപയോഗിക്കുന്ന ഫോർമുല -b plus or minus square root of b square minus 4ac all divided by 2a. ഇതിൽ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് 2ൻ്റെ ബിയുടെ b2, so -2 plus or minus square root of b square. 2ൻ്റെ square is 4. Minus 4 into 1 into 2. So 8 divided by 2 into 1 is 2. Is equal to -2 plus or minus square root of 4 minus 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -4. -4ൻ്റെ റൂട്ട് 2i by 2. So we could take 2 from here. So -1 plus or minus I all divided by 2, which is equal to -1 plus or minus I. Therefore നമ്മൾ ഇനി ഇതിൻ്റെ റൂട്ട്സ് എഴുതണം. റൂട്ട്സ് ഓഫ് ഗിവൺ ഇക്വേഷൻ ആദ്യം തൊട്ട് എടുത്ത് എഴുതുക. ഗിവൺ ഇക്വേഷൻ ആർ തന്നിരുന്ന റൂട്ട്സ് -1 3 and -1 plus or minus I. നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ x square plus 2x plus 2 equal to 0 എത്തിക്കഴിഞ്ഞാൽ സ്കൂളിൽ പഠിച്ച അതേ മെത്തേഡിൽ -b plus or minus square root of b square minus 4ac all divided by 2a എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്
റൂട്ട്സ് കണ്ടുപിടിക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി ഒരു പ്രോബ്ലം ആണ്. റൈറ്റ് എ ക്യൂബിക് ഇക്വേഷൻ വിത്ത് ദ റൂട്ട്സ് 0, 1 and 2. അപ്പം 3 റൂട്ട്സ് തന്നിട്ടുണ്ട്, 0, 1 and 2. അപ്പം അത് അതിൻ്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഗിവൺ റൂട്ട്സ് ആർ 0, 1 and 2. Therefore, factors are 0 is a root, so x is a factor. 1 is a root, so x minus 1 is a factor. 2 is a root, so x minus 2 is a factor. അപ്പം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മൈനസ് എക്സ് മൈനസ് 0 എക്സ് തന്നെ ചെയ്തുകൊണ്ട് എക്സ് എഴുതി. എക്സ് മൈനസ് 1, എക്സ് മൈനസ് 2 are the factors. Therefore, equation is x into x minus 1 into x minus 2 equal to 0. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. x into x minus 1 is ഏതെങ്കിലും ആദ്യം രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുക. x into നമുക്ക് ഏതെങ്കിലും നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ട് ഏതെങ്കിലും രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ഇത് x² മൈനസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ടേം ബൈ ടേം മൾട്ടിപ്ലൈ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ചെയ്യുമ്പോൾ തെറ്റിക്കരുത്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x² എക്സ് ഇൻറ്റു എക്സ് ഇങ്ങനെ വേണമെങ്കിൽ മൾട്ടിപ്ലൈ എക്സ് ഇൻറ്റു എക്സ് x² എക്സ് ഇൻറ്റു മൈനസ് 2 മൈനസ് 2x മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് പ്ലസ് മൈനസ് 1 ഇൻറ്റു മൈനസ് 2 പ്ലസ് 2. സോ എക്സ് ഇനി ഇതിനെ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ x³ മൈനസ് 3x² പ്ലസ് 2x ഈക്വൽ ടു 0 is the required cubic is the required cubic equation. x³ minus 3x² plus 2x equal to 0. നമ്മൾ x is a fact given that x equal to 1, x equal to 0 and 1 and 2 are the roots. So factors are x, x minus 1, x minus 2. Now multiply the all three terms, three factors, x into x minus 1 into x minus 2. We have to equate to 0. So x into x² minus 3x plus 2 equal to 0. So x³ minus 3x² plus 2x equal to 0 is the required equation. Next you have one homework. First one is write a cubic equation with the roots 1, this 1 plus I, small I ആണ് വേണ്ടത്, 1 plus I and 1 minus I. So given that 1 is a root, so x minus 1 is a factor. Next one 1 plus I is a root, so x minus of 1 plus I is a root. Next one is 1 minus I is a factor, so x minus of 1 minus I is a factor. Now the multiply the three times. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങളത് ബാക്കി ചെയ്യാം. x equal to 1 is a root, so x minus 1 is a factor. Now x minus 1 plus I is a root, so x minus 1 plus I is a factor. Now 1 minus I is a factor, so 1 minus I is equal to 0. So x minus 1 into this is x minus 1 minus I into this is x minus 1 minus of minus I is plus I equal to 0. So x minus 1 into ഇവിടെ ചെയ്യുക ആദ്യം. ഇത് ഈ ടേമിനെ ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ this is a plus b into a minus b form. So this is x² a² minus b². So x minus 1 whole square minus I square. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. എന്നിട്ട് x minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റ് this is x minus 1 whole square. So this is x² minus 2x plus 1.
ഇത് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 മൈനസ് ഇവിടെ ഐ സ്ക്വയർ ഈസ് മൈനസ് 1. അപ്പോൾ ഈ രണ്ട് ദിസ് ഇസ് മൈനസ് 1, ഇത് നിങ്ങളുടെ ചേർന്ന് പ്ലസ് 2 ആവും. എന്നിട്ട് അതിന് മൾട്ടിപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് സോൾവ് 20x ക്യൂബ് മൈനസ് 30x സ്ക്വയർ പ്ലസ് 12x മൈനസ് 1 ഈക്വൽ ടു 0 ഗിവൺ ദാറ്റ് ഹാഫ് ഈസ് എ റൂട്ട്. ഇതിൽ നമ്മൾ ഇതുവരെ ഹാഫ് ആയിട്ടൊരു റൂട്ടും എടുത്തിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആദ്യം ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഹാഫ് ആദ്യം 20 ആദ്യം ഇറക്കി എഴുതുക. 20 ഇൻറ്റു ഹാഫ് വരുമ്പോൾ 10 വരും, മൈനസ് 3 മൈനസ് അത് ചെയ്ത് വരുമ്പോൾ കിട്ടിക്കോളും. അടുത്ത് വന്നിട്ട് ഹാഫ് വെച്ചിട്ട് എക്സ് മൈനസ് ഹാഫ് വെച്ചിട്ട് സിന്തറ്റിക് ഡിവിഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് അപ്പോൾ നിങ്ങൾക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. നൗ സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് യൂസിങ് ദ ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. Next is identity theorem. If two polynomials f of x and f1x both of degree not exceeding n have equal values for more than n distinct values of x, then they are identical. ഇത് ഐഡന്റിറ്റി തിയറം എന്ന് മാത്രമാണ് സിലബസ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് അത് തന്നെ എക്സ്പെക്ട് ചെയ്യാം. സോ we have two polynomials f of x and f1x. ഡിഗ്രിയെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് നോട്ട് എക്സീഡിങ് n ആൻഡ് ഇറ്റ്സ് വാല്യൂസ്, അതായത് നമ്മളൊരു കോൺസ്റ്റൻസിൽ എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എഫ് ഓഫ് 3 എന്നൊക്കെ പറയണത് f11 f12 f13 അങ്ങനെയായിട്ട് എക്സീഡിങ് n. അപ്പം n എന്നുള്ളത് 10 ആണെങ്കിൽ അത് മോർ ദാൻ 10 വാല്യൂസിൽ 12 വാല്യൂസിൽ വല്ലതും നമ്മൾ ഏതെങ്കിലും വാല്യൂസിലൊക്കെ ഇക്വേഷൻ അത് ഈക്വൽ ആവുകയാണെങ്കിൽ ദെൻ ദേ ആർ ഐഡൻറ്റിക്കൽ. ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ കോഎഫിഷ്യൻറ്റും ഈക്വൽ എന്ന് പറയുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്പം നമുക്കിപ്പോൾ അറിയാം എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയാണ് ഐഡൻറ്റിക്കലാണ് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 ഇത് എക്സ്പ്രഷൻ വെച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ രണ്ട് രീതിയിലാണ്, പക്ഷെ രണ്ട് പോളിനോമിയലായിട്ടാണ് ഇത് എഴുതുക. അങ്ങനെ ഉള്ള രീതിയിൽ വരാം. സോ നമുക്ക് പ്രൂഫിലോട്ട് പോവാം. പ്രൂഫ് സപ്പോസ് ദാറ്റ് C1 C2 എക്സെട്ര CM ആർ ദ m which is greater than n distinct numbers for which f of x equal to f1x. That is for which അപ്പോൾ നമ്മൾ C1 C2 എക്സെട്ര CMലാണ് അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എടുത്തു f of x equal to f1x. സോ നമ്മളിനി അങ്ങനെ ആവുമ്പോൾ f of C1 equal to f1 C1, f of C2 equal to f1 C2 etc. f of CM equal to f1 CM. ഇനി നമ്മൾ പുതിയൊരു പോളിനോമിയൽ ഡിഫൈൻ ചെയ്തു. കൺസിഡർ f of x equal to small f of x minus f1x is not an identically vanishing polynomial. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തു ഐഡന്റിക്കലി വാനിഷിങ് അല്ല എന്ന് എടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പുതിയ പോളിനോമിയൽ എടുത്തു. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ f1xൻ്റെ ഡിഗ്രി നോട്ട് എക്സീഡിങ് എന്നാണ്. സോ ദർഫോർ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി ഡസ് നോട്ട് എക്സീഡ് n. However, the equation f of x equal to 0 has m roots. m roots ഏതൊക്കെയാണ്? നമ്മളിവിടെ തന്നിട്ടുണ്ട് C1 C2 എക്സെട്ര CMൽ എഫ് ഓഫ് എക്സും f1xും ഈക്വൽ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0യുടെ റൂട്ട്സ് ആണ് C1 C2 എക്സെട്ര CM and all distinct by the hypothesis. നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്തത്. Since m greater than n, the number of distinct roots of this equation exceeds its degree. നമ്മൾ എടുത്തിരിക്കുന്ന നമ്മുടെ അസംഷൻ വെച്ചിട്ട് എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി ലെസ് ദാൻ n ആണ്. അപ്പോൾ എം ഗ്രേറ്റർ ദാൻ n ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് m റൂട്ട്സ് അതിന് കിട്ടി, വിച്ച് ഈസ് ഇമ്പോസിബിൾ. ഹെൻസ് എഫ് ഓഫ് എക്സ് വാനിഷസ് ഐഡന്റിക്കലി and the polynomials f of x, f1x are identical term by term. ഇത്രയാണുള്ളത്. പിന്നെ അത് നിങ്ങൾ ടെക്സ്റ്റ് കിടക്കുന്ന എക്സാമ്പിളാണ്. ഇവിടം വരെയുള്ള നിങ്ങൾ നോട്ടിൽ എഴുതിയാലും മതി. ജസ്റ്റ് അത് ഞാൻ പറഞ്ഞു പോകാം എന്താണ്. അതിന് വി ഹാവ് മെനി ആപ്ലിക്കേഷൻസ് യൂസിങ് ഐഡന്റിറ്റി തിയറം. അപ്പോൾ ഇതിലൊരു ആപ്ലിക്കേഷനാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് കൺസിഡർ ദ എക്സ്പാൻഷൻ 1 + x all raised to n, ബൈനോമിയൽ എക്സ്പാൻഷൻ, which is equal to 1 + nc1
അല്ല n by 1 into x plus n into n minus 1 by 1 into 2 x square plus n into n minus 1 n minus 2 into 1 into 2 into 3 x cube plus etc. So the coefficients are, first coefficient is 1, next one n by 1, second one next one n into n minus 1 by 1 into 2, n into n minus 2 into 1 into 2 into 3 etc. etc missing ആണ്. So we know the TCR, this notation we know, which is equal to t into t minus 1 into t minus 2 etc. t minus r plus 1 by 1 into 2 into 3 into r. So we can substitute that expression. So 1 plus x all raised to n is equal to 1 plus nc1x plus nc2x square plus nc3x x cube plus etc. ncn x raised to n. So we got the expression of 1 plus x raised to n. Similar way 1 plus x raised to m is equal to 1 plus n in vare m, mc1x plus mc2x square plus mc3x cube plus etc. mcm x raised to m. Now multiply the last two equations. 1 plus x all raised to n into 1 plus x all raised to m. So left hand side of the product is 1 plus x all raised to n into 1 plus x all raised to m, which is equal to 1 plus x all raised to n plus 1 and the coefficient of x raised to k in the expansion is ഇപ്പോൾ x raised ഈ നമ്മുടെ എക്സ്പ്രഷൻ വെച്ചിട്ട് ഇതിലാണെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് വരിക MC1 ആണ്. നമ്മൾ ഈ ഇക്വേഷനാണ് നോക്കണമെങ്കിൽ എക്സ് സ്ക്വയറിന് വരുമ്പോഴത്തേക്കും MC2. അപ്പോൾ ഇത് വെച്ചിട്ട് എക്സ് റേസ് ടു കെയുടെ നമ്മുടെ ഇപ്പോൾ കിട്ടിയേക്കുന്ന എക്സ്പാൻഷനിലെ എക്സ് റേസ് ടു കെയുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റേസ് ടു 1 പ്ലസ് എക്സ് റേസ് ടു n പ്ലസ് എം ആണ്. സോ m പ്ലസ് n സി കെ എക്സ് റേസ് ടു കെ ആയതുകൊണ്ട്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുകയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു കെ ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് MC K പ്ലസ്, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓരോന്നിൻ്റെ എടുത്ത് കഴിയുമ്പോൾ പ്ലസ് MC K മൈനസ് 1 ഇൻറ്റു NC1 പ്ലസ് MC K മൈനസ് 2 ഇൻറ്റു NC2 പ്ലസ് എക്സെട്ര NCK. ഇത് രണ്ടും കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു കെ ആണ്. സോ ബോത്ത് ആർ ഈക്വൽ. സോ MC K minus 1 N1 plus MC K minus 2 N2 plus etc. NCK is equal to m plus n CK for arbitrary positive integers m, n, m and k. Now ഈ ഇക്വേഷനിൽ m n replace m n by x. So the left hand side expression ഇതിൽ 1 അവിടെ left hand side of 1 becomes m നും n നും ഇതിൽ 1 കൊടുത്തു. ഇനി ആ കൊടുത്തതിനെയാണ് നമ്മൾ f of x ആയിട്ട് എടുക്കുക. സോ ദിസ് ഈസ് എക്സ് കെ, ഇത് നോക്കിയറിയാം m 1 ആണ്. സോ ഇൻ ദിസ് എക്സ്പ്രഷൻ എക്സ് കെ f of x equal to എക്സ് കെ പ്ലസ് എക്സ് കെ മൈനസ് 1 x1 പ്ലസ് എക്സ് കെ മൈനസ് 1 x2 പ്ലസ് എക്സെട്ര എക്സ് കെ. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിന് f1x എന്നും കൊടുത്തു. സോ m എന്നും x ആണ്. സോ x പ്ലസ് x is 2x ck of degree k. For all integral values of 1, 2, 3 etc. these polynomials take equal values. Hence they are identical. Therefore the identity xck plus xck minus 1 x1 plus xck minus 2 x2 plus etc. equal to 2xk for by our identity theorem, which will hold for all values of x. ഇവിടെ വരെയാണുള്ളത്. ഇനി അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടിട്ട് പർട്ടിക്കുലർ കേസ് ആയിട്ട് എക്സ് ഈക്വൽ ടു കെ എടുത്തു. ആൻഡ് വി നോ ദാറ്റ് ഇപ്പോൾ NCR ഈക്വൽ ടു NCn മൈനസ് ആർ, ഇതിന് പകരം ഇവിടെ എഴുതിയിരിക്കുന്നത് കെ മൈനസ് ഐ ഈക്വൽ ടു കെ ഐ എന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എക്സിന് കെ എന്നാണ് എടുക്കണത്. കെ സി കെ ഈസ് ഈക്വൽ ടു 1. ഈ എക്സ്പ്രഷനിലാണ് ലാസ്റ്റ് കിടക്കുന്ന ഈ എക്സ്പ്രഷനിൽ എക്സ് ഈക്വൽ ടു കെ ആണ് കൊടുക്കുന്നത്.
സോ കെ സി കെ ഈക്വൽ ടു 1 ഇത് ഫസ്റ്റ് ടൈം ആയി. അടുത്തതിൽ കെ സി കെ മൈനസ് 1 വരും, വിച്ച് ഈസ് ഈക്വൽ ടു അവർ റിസൾട്ട് വെച്ചിട്ട് K1 ആയിരിക്കും. സോ കെ സി കെ മൈനസ് 1 ഈസ് സെയിം ആസ് K1 ഇൻറ്റു K1. സോ K1 ഓൾ സ്ക്വയർ. അടുത്ത ടൈമിലും അതേ രീതിയിൽ വരും. കെ കെ മൈനസ് 2 വരും, കെ സി 2 വരും, കെ സി 2. സോ ദ കെ സി 2 ഓൾ സ്ക്വയർ. അപ്പോൾ ആ ടേമുകൾ സ്ക്വയർ ആയിക്കൊണ്ടിരിക്കും. സോ 1 പ്ലസ് കെ സി 1 ഓൾ സ്ക്വയർ പ്ലസ് കെ കെ മൈനസ് 1 ബൈ 1 ഇൻറ്റു 2 ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ വരുന്നത് 2k സി കെ കോമ്പിനേഷൻ. സോ നമ്മൾ അതിൻ്റെ കോമ്പിനേഷൻ എഴുതുമ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 എക്സെട്ര കെ എന്നുള്ളത് ഒരെണ്ണം ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു എക്സെട്ര 2k ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു കെ. ഇനി ഇത് റീപ്ലേസ് എക്സ് ഈക്വൽ ടു എമ്മും വൈ ഈക്വൽ ടു എന്നും ആണെങ്കിൽ ഇവിടെ വേറൊരു ഐഡൻറ്റിറ്റിയും കൂടെ കിട്ടി. ഇങ്ങനെ കുറച്ച് ഐഡൻറ്റിറ്റീസാണ് ഇതിലുള്ളത്. ഈ പാർട്ടിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഐഡൻറ്റിറ്റി തിയറം പഠിച്ചിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 ഹോംവർക്കാണ് വെച്ചിരിക്കുന്നത്. പിന്നെ പഠിക്കാനുള്ളത് ഐഡൻറ്റിറ്റി തിയറത്തിൻ്റെ 2 ഹോംവർക്ക് എന്ന് പറയുന്നത്, ഒന്ന് ക്യൂബിക് ഇക്വേഷൻ കാണാനുള്ളത്, അടുത്തത് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളത്. അത്രയാണ് ഇന്നത്തേതിലുള്ളത്.